I am Perlal. Your sweet name, please. എന്റെ ബാക്കിനെ കുറിച്ചാണ് ഇപ്പൊ കൂടുതലും എന്റെ ബ്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് ഒക്കെ അതെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ പുരുഷന്മാരുടെ അത്ര വരുന്നില്ല. പുരുഷന്മാരുടെ അത്ര വന്നാലും പുരുഷന്മാരെ എനിക്ക് തോന്നുന്ന പുരുഷന്മാരെ അങ്ങനെ അവഹേളിക്കാൻ പറ്റുന്ന വാക്കുകൾ കുറവാന്ന് തോന്നുന്നു. സ്ത്രീയുടെ ഒരു ശരീരഭാഗവും അശ്ലീലമല്ല. ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ച, അതുകൊണ്ട് ഞെട്ടലുമില്ല. അത്യാവശ്യം നല്ല സൈസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കർവ് ഒക്കെ ഉള്ള നല്ല ശരീരം നല്ല ഷേപ്പിനുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഞാനും നോക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്, തൃപ്തി തോന്നണമെങ്കിൽ മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലേ. കുഞ്ഞുനാൾ മുതൽ എന്റെ നാട്ടിലെ പരിചയമുള്ള ഒരു ഇത്ത ഉണ്ടായിരുന്നു. അവരെന്നെ ഒരു 4-5 കൊല്ലത്തിന് മുന്നേ ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ ഹണിറോസിനെ പറഞ്ഞത് ഞാൻ ആസ്വദിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. സ്ത്രീകളെ കൂടുതൽ വായി നോക്കുന്നതാണ് ഞാൻ, അതിലാണ് ഞാൻ കൂടുതൽ നോക്കാറ്. നിങ്ങളുടെ വൈബ് എനിക്ക് ഇഷ്ടമായി, എന്നാ നമുക്ക് പൊളിക്കാം. അപ്പം എന്റെ ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തടിച്ചിട്ടായിരുന്നാലും മെലിഞ്ഞിട്ടായിരുന്നാലും ഞാൻ അതിൽ എനിക്ക് എന്താ പറയാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്റെ ബോഡി. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്, അളിയെ സൂക്ഷിക്കണം. ഞാൻ സ്വന്തമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ വക സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നിൽ തൃപ്തനാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എന്റെ മുന്നിൽ വന്നു. ചിലപ്പോ ഈ കവികൾ പോലും വർണ്ണിച്ചിരിക്കുന്നത് ഓരോ ശരീരഭാഗത്തിന്റെ വടിവുമാണ്, വളവും വടിവുമാണ്. അപ്പൊ ചെപ്പോ വളർന്ന് 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 അങ്ങനെ വന്നതാ. ഞാൻ ഇംപ്ലാന്റ് ചെയ്തതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് എടുക്കുന്നത് പോലെ അല്ലയോ. ഇന്നലെ താങ്കളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്കുകളല്ല, പക്ക എന്താ പറയണ്ട അശ്ലീലമായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കുറേയൊക്കെ എനിക്കൊന്ന് ഫേക്ക് ഐഡിയകളാണ്, കുറേയൊക്കെ റിയൽ ആയിട്ടുള്ള ഐഡിയകളുണ്ട്. അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നവരോട്, ഇത് താങ്കൾക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് റീൽസും കണ്ടന്റുകളും ഇങ്ങനെ മേക്ക് ചെയ്തിടുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെയും കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവാണ് വരുന്നത്. എന്നാൽ പുരുഷന്മാരുടെ അത്ര വരുന്നില്ല. പുരുഷന്മാരുടെ അത്ര വന്നാലും പുരുഷന്മാരെ എനിക്ക് തോന്നുന്ന പുരുഷന്മാരെ അങ്ങനെ അവഹേളിക്കാൻ പറ്റുന്ന വാക്കുകൾ കുറവാന്ന് തോന്നുന്നുണ്ട്. സ്ത്രീകൾ പല വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിക്കാൻ പറ്റും. അത്തരത്തിൽ ചെയ്യുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ പറയാൻ തോന്നുന്നത്? കൂടുതൽ ഈ ബോഡി ഷെയ്മിംഗ് ആണ്. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം, സ്ത്രീയുടെ ഒരു ശരീരഭാഗവും അശ്ലീലമല്ല. ഈ കവികൾ പോലും വർണ്ണിച്ചിരിക്കുന്നത് ഓരോ ശരീരഭാഗത്തിന്റെ വടിവുമാണ്, വളവും വടിവുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ പണ്ട് മുതലേ പല ബുക്കുകളിലും കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഹിസ്റ്ററിക്കൽ പരമായിട്ട് പോകുമ്പോഴും സ്ത്രീയുടെ ശരീരത്തിന് അത്രയും അകാര വടിവോട് കൂടിയാണ് അവർ കുത്തിവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുസ്തകങ്ങളിലായിക്കോട്ടെ സ്ത്രീയുടെ ശരീരത്തിന് ആ ഒരു കർവ് അല്ലെങ്കിൽ ആ ഒരു വലിപ്പം അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആകർഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ ആഭാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ അശ്ലീലമാക്കുകയോ ചെയ്യരുത്. ഇനി എന്തൊക്കെ ഫ്യൂച്ചറിൽ ആരൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്യും, നമ്മളതായിട്ടുള്ള തെറ്റല്ലെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കേണ്ട ആവശ്യം? ഇതവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് ഞാൻ നാളെ അടുത്തൊരു പെൺകുട്ടി അവർ ടാർഗറ്റ് ചെയ്യും. ഈ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ന്യൂസ് ചാനലുകളിലൊക്കെ ട്രെൻഡിങ് ന്യൂസ് ഒക്കെ വരത്തില്ല, അതുപോലെ തന്നെയാണ്. ഇന്നലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ഞാൻ നാളെ വേറൊരാളെന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാനും പറ്റില്ല, തകർക്കാനും പറ്റത്തില്ല. നേരത്തെ ഹണിറോസിനെ പറഞ്ഞത് ഞാൻ ആസ്വദിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. സ്ത്രീകളെ കൂടുതൽ വായി നോക്കുന്നതാണ് ഞാൻ, അതിലാണ് ഞാൻ കൂടുതൽ നോക്കാറ്. എനിക്ക് അത്യാവശ്യം നല്ല സൈസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കർവ് ഒക്കെ ഉള്ള നല്ല ശരീരം നല്ല ഷേപ്പിനുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഞാനും നോക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. അതിന് ഇഷ്ടപ്പെടാൻ കഴിയാതെ വരുന്നത് എനിക്ക് തോന്നുന്നു മാനസിക വൈകൃതം കൂടെയാണ്. അതിനെന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ശരീരത്തിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നത് പോലെ ഇതൊരു പ്രശ്നമാണ്, അത് ചികിത്സിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുനാൾ മുതൽ എന്റെ നാട്ടിലെ പരിചയമുള്ള ഒരു ഇത്ത ഉണ്ടായിരുന്നു. അവരെന്നെ ഒരു 4-5 കൊല്ലത്തിന് മുന്നേ ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. നോക്കൂ, അതെനിക്ക് ദൈവം തന്നതാ. അതെ, ഞാൻ സ്വന്തമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ വക സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നിൽ തൃപ്തനാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എന്റെ മുന്നിൽ വന്നു. ചിലപ്പോ വളർന്ന് 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 അങ്ങനെ വന്നതാ. ഞാൻ ഇംപ്ലാന്റ് ചെയ്തതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഒരു എന്താ പറയുക, ഒരു ഇൻഫിയോറിറ്റി കോംപ്ലക്സ് അതായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ജനറടുത്തും എന്നോട് പറഞ്ഞപ്പോൾ
ഞാനപ്പം കണക്ട് ചെയ്തു മേ ബി അതാവാം. ഇപ്പം ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ഫേസ് ചെയ്ത വേറൊരു കാര്യം, ഇപ്പം എൻ്റെ ബാക്കിനെ കുറിച്ചാണ് പിന്നെ ആൾക്കാർ മോശം കമൻ്റ് ഇടുന്നത്. അതിൽ ലേഡീസും പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തടിച്ചിട്ടായിരുന്നാലും മെലിഞ്ഞിട്ടായിരുന്നാലും ഞാനതിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ബോഡി. കാരണം ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പാകമാണ്. അത് കാണുമ്പോഴിടും എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ശരീരം ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബുക്കുകളിലായിരുന്നാലും ഹിസ്റ്റോറിക്കൽപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന ആ ഒരു ശരീരത്തിന്റെ വടിവ് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതിലൊരു അശ്ലീലവും ആരും കാണേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാനത് മുറിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലവളായോ? ഈ ഫ്രണ്ടും ഈ ബാക്കും ഞാൻ മുറിച്ചിട്ട് കഴിഞ്ഞാൽ എന്നെ പറയണ നിർത്തോ? എല്ലാ സ്ത്രീകൾക്കും അതുണ്ട്. വലിപ്പം കൂടുതലായിരിക്കും, കുറവായിരിക്കും, ഹോർമോണിന്റെ സംഭവമാണ്. ഇപ്പൊ കൂടുതലും എൻ്റെ ബ്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അതിൽ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ബ്രസ്റ്റ് വളർച്ച കൂടുതലുള്ള സ്ത്രീകളിലൊക്കെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നുള്ളത്. അത് ചിലപ്പം എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും പറയുന്നത്. ശരിക്കും ഒരു സ്ത്രീക്ക് ഇനി മുലപ്പാല് വരണമെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാണ്ട് വരത്തില്ല. ഇനി എത്ര വലിപ്പം ഉണ്ടായിട്ടും കാര്യമില്ല. ഇനി ഈ സ്ത്രീകൾക്ക് വലിപ്പം ഒന്നും ഇല്ല വെച്ചോ, അവിടെ ചിലപ്പോൾ ഫ്ലാറ്റ് ആണെന്ന് വെച്ചോ, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഉണ്ടാവില്ലേ? അതൊക്കെ ഈ ലാക്റ്റിംഗ് എന്ന് പറയുന്ന സാധനം, ആ ഒരു ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ വരുന്നൊരു സാധനമാണ്. ഞാൻ മാരീഡ് അല്ല, എനിക്ക് കുട്ടികളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല. എനിക്ക് വരുന്ന കമൻറ്റിൽ അൽമറായി ഇത് എത്ര ലിറ്റർ പാല് കിട്ടും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇല്ല, നമുക്കതില്ല. അത് ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ മാത്രമേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുള്ളൂ.